റോഡിൽ എത്തിച്ചിട്ട് കടുവയെ കാണിച്ചു തരാമെന്ന് ജയൻ സാർ പറഞ്ഞതോടെ ജനങ്ങൾ സംയമനം പാലിച്ച് റോഡിൽ തന്നെ കാത്തുനിന്നു. ഇന്ന് ഈ കടുവ കെണിയിൽ അകപ്പെടാൻ ഒരു പ്രധാന കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അവൻ വേട്ടയാടിയ ആടിനെ വനപാലകർ കൈകാര്യം ചെയ്ത ശ്രദ്ധയോടെയുള്ള ആ രീതികൾ. താൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആടിനെ കടുവ കാടിനുള്ളിൽ ഒളിപ്പിച്ചിരുന്നു. ആ സ്ഥലം കെണി സ്ഥാപിച്ച സ്ഥലത്തിനടുത്തായിരുന്നത് വനപാലകർക്ക് വലിയ സഹായമായി. കൈകൾ കൊണ്ട് തൊടാതെ ആടിന്റെ ചിടത്തിൽ കയർ കെട്ടി തറയിലൂടെ വലിച്ച് കൂടിനടുത്തേക്ക് എത്തിച്ചു. ഇരവെക്കാനുള്ള അറയിലല്ല, കെണിയുടെ പ്രധാന വാതിലിനകത്ത് തന്നെ ആടിനെ കിട്ടി. തന്റെ ഇരയെ വെച്ചിട്ട് പോയ സ്ഥലത്തു നിന്നുമുള്ള മണം പിടിച്ചെത്തിയ കടുവ ഇരയെ കണ്ടതും ചാടി കെണിയിൽ കയറി. കെണിയടങ്ങി. അങ്ങനെ അവൻ കെണിക്കുള്ളിലായി. ഇതിനെല്ലാം ഒരൊറ്റ കാരണം മാത്രം: വിശപ്പ്. കടുവ കാരണം ഫാമിൽ നഷ്ടപ്പെട്ട മൃഗങ്ങളുടെ കണക്ക് 1,00,000-ലധികം രൂപ വരും. നഷ്ടപരിഹാരം സർക്കാർ നൽകുമെന്ന വിശ്വാസത്തിലാണ് വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ട ഫാം ഉടമ റൈസൻ ചാക്കോ. ഇനി കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചാൽ മുൻവശത്തെ പ്രധാന 4 പല്ലുകളിൽ ഒരെണ്ണം മാത്രമാണ് പൂർണ്ണമായും ഉള്ളത്. മറ്റുള്ളവ പ്രായം കൊണ്ടോ ഏറ്റുമുട്ടൽ കൊണ്ടോ നഷ്ടമായിരിക്കാം. ഇടത് കണ്ണിന് മങ്ങൽ, പൂർണ്ണമായോ ഭാഗികമായോ ആ കണ്ണിന്റെ കാഴ്ച നഷ്ടമായിരിക്കാം. ഒരു കണ്ണിന് കാഴ്ച കുറവായതുകൊണ്ടാവാം. ഇന്നലെ ഫാമിലെ ജീവനക്കാരനായ ശിവയുടെ മുന്നിലൂടെ ചാടുവീണ കടുവ തൊട്ടടുത്ത് നിന്ന് ശിവയെ കാണാതെ ആടിന്റെ ശരീരത്തിൽ കടിയുറപ്പിച്ചത്. ശരീരമാകെ മുറിവുകൾ. എല്ലാം ചേർത്താൽ അവൻ അല്പം അവശനാണ്. ആയതിനാൽ കൂടുതൽ സമയവും അവൻ കെണിക്കുള്ളിൽ തന്നെ ക്ഷീണത്തോടെ കിടക്കുകയായിരുന്നു. പക്ഷേ പ്രകോപിപ്പിച്ചാൽ ഗർജിക്കാനും ശൗര്യം കാണിക്കാനും അവനൊരു മടിയും കാണിച്ചില്ല. ഇത്രയും അടുത്ത് നിന്ന് കടുവയുടെ ഗർജനം കേട്ടിട്ടുണ്ടെന്ന് അതൊരു ഒന്നൊന്നര ശബ്ദമാണ്. ജംഗിൾ ബുക്ക് ഫാമിലെ മൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഈ ഒറ്റക്കണ്ണം കടുവയ്ക്ക് ജനങ്ങൾ ഇതിനോടകം ഒരു പേര് നൽകിയിരുന്നു: ഷേർഖാൻ. കെണി കൊണ്ടുപോകാൻ അന്ന് കെണി ഇവിടെ കൊണ്ടുവന്ന അതേ വാഹനം തന്നെ എത്തി.